രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രചാരണ തന്ത്രങ്ങൾ പുതുക്കി പണിത വയനാട്ടിലെ യുഡിഎഫ് നേതൃത്വം. വയനാടിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് രാഹുലിന്റെ വരവ് പരിഹാരമാകും എന്നത് മുഖ്യ പ്രചാരണ വിഷയമാക്കാനാണ് നീക്കം. ഭൂരിപക്ഷം 3 ലക്ഷം കടത്തണം. വയനാട്ടിൽ യുഡിഎഫ് മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം ഇതാണ്. താരപരിവേഷമുള്ള സ്ഥാനാർത്ഥിയാണെങ്കിലും മണ്ഡലത്തിൽ നിലയുറപ്പിച്ച് രാഹുലിന് പ്രചരണം നടത്താനാവില്ല. ഈ സാഹചര്യത്തിലാണ് യുഡിഎഫ് പ്രചാരണ തന്ത്രങ്ങൾ പുതുക്കി പണിയുന്നത്. സാഹചര്യം ചർച്ച ചെയ്യാൻ കെ.സി. വേണുഗോപാൽ, മുകുൾ വാസ്നിക്, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന യോഗം നാളെ വയനാട്ടിൽ നടക്കും. രാഹുൽ ഗാന്ധിയുടെ വരവോടെ വയനാടിന്റെ വികസനവും പ്രധാന ചർച്ചയാക്കാൻ ഒരുങ്ങുകയാണ് യുഡിഎഫ്. നമുക്ക് വയനാടിന്റെ പൊതുവികസനം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ ചോദിച്ചു, രാഹുൽജി AICCയും വയനാട് സെലക്ട് ചെയ്യാനുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ഇവിടെ റെയിൽവേ ഇല്ല, ഇവിടെ എയർപോർട്ടില്ല, ഇവിടെ നല്ലൊരു മെഡിക്കൽ കോളേജോ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലില്ല, കർഷകരുടെ പ്രതിസന്ധിയുള്ള സ്ഥലം. ഇതൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതിനകത്തൊരു ലക്ഷ്യമുണ്ട്. മണ്ഡലം കൺവെൻഷന് ശേഷമുള്ള ബൂത്ത് യോഗങ്ങൾ വയനാട്ടിൽ പുരോഗമിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ പങ്കെടുപ്പിച്ച് റോഡ് ഷോകളും നടത്തും. രാഹുലിന്റെ SPG സംഘം വയനാട്ടിലെത്തിക്കഴിഞ്ഞു. രാഹുൽ എത്തുമെന്ന പ്രഖ്യാപനം വന്നതോടെ പ്രത്യേക നിർദ്ദേശമൊന്നുമില്ലാതെ വയനാട്ടിലെ ബൂത്ത് കമ്മിറ്റികൾ ഉണർന്നു കഴിഞ്ഞു. മുതിർന്ന നേതാക്കളെത്തി പ്രചരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്നതോടെ ഈ ഊർജ്ജം രാഹുൽ തരംഗമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് UDF കണക്കുകൂട്ടൽ. വയനാട്ടിൽ നിന്നും രതീഷിനും അരവിന്ദിനുമൊപ്പം മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18.